أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بأن ربك أوحى لها അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് സിൽസാൽ ആയത്ത് നമ്പർ 6. ഇവിടെ അള്ളാഹു പറയുന്നു, ബി അന്ന റബ്ബക, നിൻ്റെ നാഥൻ, ഒഹാലഹ, അതിനെ സംബന്ധിച്ച്, അതായത് ഭൂമിയെ സംബന്ധിച്ച് ബോധനം നൽകി എന്ന് പറയുന്നു. ഇവിടെ ഔഹാലഹ എന്നതിൻ്റെ വഹി എന്നതിൻ്റെ ഭാഷാപരമായ പല കാരണങ്ങളും ഹുസൂർ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതൊരു വിശദമായിട്ടൊരു വലിയ ഇതിൽ തന്നെ ഹുസൂർ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഹുസൂർ അതിനെല്ലാം ആകത്തുകയായിട്ട് അതിൻ്റെ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇതിന് 7 അർത്ഥങ്ങൾ ഉണ്ടെന്ന് ഹുസൂർ പറയുന്നു. ഈ വഹി എന്നതിന് 7 അർത്ഥങ്ങളുണ്ടെന്ന് ഹുസൂർ പറയുന്നു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഏതെങ്കിലും ദൗത്യത്തിന് വേണ്ടി അയക്കുക. രണ്ടാമത്തത് ഹൃദയത്തിൽ എന്തെങ്കിലും കാര്യം ഇട്ടുകൊടുക്കുക, ഏതെങ്കിലും ഒരു കാര്യം ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുക. മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ആംഗ്യം കാണിച്ച് സൂചന നൽകി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. നാലാമത്തെ അർത്ഥം എന്നുള്ളത് ഏതെങ്കിലും ദൂതൻ മുഖേന സന്ദേശം എത്തിക്കുക. പിന്നെ അഞ്ചാമത്തെ അർത്ഥം പറയുന്നത് എഴുതുക, എഴുതുക. 6 മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് രഹസ്യമായി സംസാരിക്കുക. 7 എന്ന് പറയുന്നത് ഹുക്കും, അതായത് കൽപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ 7 അർത്ഥങ്ങളാണ് ഹുസൂർ ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹുസൂർ പറഞ്ഞു വരുന്നത് ഈ 7 അർത്ഥങ്ങളും, ഔഹ എന്നത് വഹി എന്നതിന് നൽകിയിട്ടുള്ള ഈ 7 അർത്ഥങ്ങളും, ഇങ്ങനെ 7 അർത്ഥങ്ങൾ പറഞ്ഞതിന് കാരണം പല ഭാഗത്തും പല അർത്ഥങ്ങളാണ് വരുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഹുസൂർ അതിന് മുമ്പ് തന്നെ അതിന് പറയുന്നുണ്ട്, വ ഔഹൈന ഇലാ ഉമ്മി മൂസ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു അർത്ഥത്തിലും, അതുപോലെ തന്നെ ഹവാരിയങ്ങളെ സംബന്ധിച്ച് പറയുന്നു, വ ഔഹൈത്തു ഇലൽ ഹവാരിയീൻ, അതായത് ഹവാരിയങ്ങളിലേക്ക് വഹി ഇറക്കി എന്ന് പറയുന്നു. അവിടെ വേറൊരു അർത്ഥത്തിലും ഹവാരിയങ്ങൾക്ക് വഹി ഇറക്കി എന്ന് പറയുമ്പോൾ അവർക്ക് ഹുക്കും കൽപ്പന കൊടുത്തു എന്നാണ് അതിൻ്റെ ഇത് വരുന്നത്. അവിടെ വേറൊരു അർത്ഥത്തിലും, അതുപോലെ വ ഔഹ റബ്ബുക ഇലൻ നഹ്ലി, വ ഔഹ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചകൾക്ക് ബോധനം നൽകിയെന്ന സ്ഥലത്ത് വേറൊരു അർത്ഥത്തിലും ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഔഹ ഇലൈഹിം, അതായത് സക്കരിയ തൻ്റെ ഒപ്പമുള്ളവരിൽ വഹിയ ചെയ്തു എന്ന് പറയുന്ന അത് അവിടെ വേറൊരു അർത്ഥത്തിലുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹുസൂർ പറഞ്ഞത് ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് നോക്കിയിട്ടുള്ള 7 അർത്ഥങ്ങളാണ് ഇവിടെ പറയുന്നത്. ഔഹ എന്നതിന് നൽകേണ്ട 7 അർത്ഥങ്ങളെക്കുറിച്ചാണ് ഹുസൂർ ഇവിടെ പറയുന്നത്. ഇനി ഈ വരുന്നത് ഈ 7 അർത്ഥം വെച്ചിട്ടുള്ള വിശദീകരണങ്ങളാണ്. ഈ 7 അർത്ഥത്തെ കൊണ്ടുള്ള വിശദീകരണങ്ങളാണ് ഇനി തുടർന്ന് വരുന്നത്. പിന്നെ ഹുസൂർ പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ വഹി എന്ന വാക്ക് ഇതിന് പുറമെ 65 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹുസൂർ പറയുന്നത് ഇവിടെ ബി അന്ന റബ്ബക ഔഹാലഹ, ഭൂമിക്ക് വഹി ഇറക്കി എന്ന് പറയുന്നത് അവിടെ ഈ ലാമിന് ഫി എന്ന അർത്ഥമാണ് കൽപ്പിക്കേണ്ടത്. ഔഹാലഹ എന്നതിലത്തെ ആ ലാമിന് ഫി എന്ന അർത്ഥമാണ് കൊടുക്കേണ്ടത് എന്ന് ഹുസൂർ പറയുന്നത്. അതായത് ഭൂമിയെ സംബന്ധിച്ച് ബോധനം നൽകി എന്ന്, ഭൂമിയെ സംബന്ധിച്ച് വഹി നൽകി എന്നാണ് അതിൻ്റെ അർത്ഥം വരിക എന്ന് ഹുസൂർ പറയുന്നു. പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അറിയാം, ഹുസൂർ പറയുകയാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കറിയാം ഇത് ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലാണെന്ന്, അല്ലാതെ ഭൂമിക്ക് ഇറങ്ങിയെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കാണ് അതിനെ സംബന്ധിച്ച് അറിവ് നൽകിയത്. ഇവിടെ മൂഹ ഇലൈഹി, ആരിലാണോ വഹി ഇറങ്ങിയത് അത് ഇവിടെ സൈലൻ്റാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിക്കാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെ ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തിനെ സംബന്ധിച്ചാണ് വഹി ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് അവിടെ വ്യക്തമായി പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ ആയതുകൊണ്ട് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെയാണ്, റസൂലുള്ളാഹി അലൈഹി വസല്ലമിനോട് തന്നെയാണ് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഹുസൂർ പറയുന്നു, ബി അന്ന റബ്ബക ഔഹാലഹ എന്നത് ഔഹല്ലാഹു ഇലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ,
അതായത് ഈ മഹത്തായിട്ടുള്ള ഈ മാറ്റങ്ങൾ, ഭൂകമ്പത്തിൻ്റേതായ ഈ മാറ്റങ്ങൾ, ഭൂകമ്പത്തിൻ്റേതായ കാര്യങ്ങൾ, അതുപോലെ ഈ മാറ്റങ്ങൾ, ഇതിലെല്ലാം കണ്ടുകൊണ്ട് യാതൊരു തരത്തിലും അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനെ സംബന്ധിച്ചെല്ലാം വിശുദ്ധ ഖുർആനിൽ പ്രവചനങ്ങളുണ്ട്. അതായത് ഈ ആയത്ത് എന്നത് വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിന് ശേഷമുള്ള ആളുകളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. അതായത് ബിഅന്ന റബ്ബക ഔഹാലഹ എന്നുള്ളത് അള്ളാഹു ഇതിനെ സംബന്ധിച്ച് മുമ്പ് തന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ തീർച്ചയായും ഇങ്ങനെയെല്ലാം നടക്കുമെന്നും അത് മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇറങ്ങിയത് ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലാണ് എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.